അപ്പോൾ മൊഡ്യൂൾ 4 നമ്മൾ പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് അൽഗോരിതംസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ മില്ലർ-റാബിൻ ടെസ്റ്റ്. അപ്പോൾ പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് മില്ലർ-റാബിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫെർമാറ്റ് ടെസ്റ്റ്. ഫെർമാറ്റ് ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ട്, അത് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് മില്ലർ-റാബിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉണ്ടെങ്കിൽ ഹൈ പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡിൻ്റെ സ്യൂഡോ കോഡാണ് താഴെ കാണുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബേസ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കാണുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, n-1 = m × 2⁻k. എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ n-1 നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? m × 2⁻k ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. വേർ m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. അതുപോലെ k എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് തന്നിട്ടുള്ള ഏതെന്നാണെങ്കിലും ഫൈൻഡ് m and k such that n-1 = m × 2⁻k. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി വിൽ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് t. t = നമ്മൾ ബേസ് നമ്മൾ ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഇവിടെ നമുക്ക് കിട്ടിയ m mod n. ഈ കിട്ടുന്ന റിസൾട്ട് നോക്കുക, +or -1 ആണെങ്കിൽ നമുക്ക് പ്രൈം ആണെന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ലൂപ്പിലേക്ക് പോകുന്നു. i = 1 to k - 1. 2⁻k k എത്രയാണോ അതാണ് നമ്മുടെ ലൂപ്പിങ്ങിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്ന ഫൈനൽ ലിമിറ്റ്. k വരെയാണ് ചെയ്യുന്നത് t² mod n. അപ്പോൾ ലൂപ്പിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ടിയിൽ കറൻ്റ് എന്തുണ്ടോ ആ ടി എടുത്ത് സ്ക്വയർ ചെയ്യുക, വീണ്ടും മോഡ് അസൈൻ ദ സെയിം വാല്യൂ ടു ടി. നെക്സ്റ്റ് ടിയുടെ വാല്യൂ +1 ആണോ -1 ആണോ ചെക്ക് ചെയ്യുക. +1 ആണെങ്കിൽ കോമ്പസിറ്റ്, -1 ആണെങ്കിൽ പ്രൈം. ഈ ലൂപ്പിന് പുറത്ത് റിട്ടേൺ കോമ്പസിറ്റ്. ഈ കണ്ടീഷൻ ഫോൾസ് ആയി നേരെ ഈ ലൂപ്പിലേക്ക് കയറുന്നില്ല. ഇവിടെ വരികയാണെങ്കിൽ 561 എന്ന നമ്പർ പ്രൈം ആണെന്ന് ടെസ്റ്റ് ചെയ്യുക യൂസിങ് മില്ലർ-റാബിൻ ടെസ്റ്റ്. നമ്മളോട് ചൂസ് ചെയ്യുന്ന ബേസ് a = 2. നമുക്ക് പല ബേസുകൾ ചൂസ് ചെയ്യാം. ഏറ്റവും കോമൺ ഉപയോഗിക്കുന്നത് 2 ആണെന്ന് പല ബേസ് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന നമ്പർ 561 ആണ്. സോ n = 561. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു n-1 = m × 2⁻k ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ n-1 = m × 2⁻k എന്ന് പറഞ്ഞാൽ 561 നമുക്കറിയാം, അതിവിടെ കൊടുത്തു. 561 - 1 = 560 = m × 2⁻k. ഇനി ഇതിനെ എങ്ങനെ ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഏത് വാല്യൂസ് എമ്മിനും കേക്കും വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾക്ക് ഓരോ വാല്യൂ ഷൂട്ട് ചെയ്യുന്നത്. കേക്ക് 1 കൊടുത്തു എന്ന് വെച്ചു, m × 2⁻1 അല്ല m × 2. അപ്പോൾ എമ്മിക്ക് എത്രയാവും? 560/2 ചെയ്യുമ്പോൾ 280 കിട്ടും. ഈ 280 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഇത് കറക്റ്റ് അല്ല, എം ഓഡ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേക്ക് 2 കൊടുത്തു നോക്കുക. അപ്പം 2⁻2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. സോ m = 560/4, ദാറ്റ് ഈസ് = 140. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ആൻ ഓഡ് നമ്പർ. നെക്സ്റ്റ് k = 3 കൊടുത്തു, m = 560/2⁻3 എന്ന് പറയുമ്പോൾ എത്രയായി? 8. അപ്പോൾ അവിടെ നമുക്ക് 70 കിട്ടി. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ആൻ ഓഡ് നമ്പർ. നെക്സ്റ്റ് k = 4 കൊടുത്തു. സോ m × 2⁻4. 2⁻4 എന്ന് പറയുമ്പോൾ എത്രയായി? 69. സോ m = 560/16. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 35 ആണ്. ദാറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. സോ 560 = 35 × 2⁻4. സോ m എന്ന് പറയുന്നത് 35 കിട്ടി, k എന്ന് പറയുന്നത് 4 കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വിൽ ഇനിഷ്യലൈസ് ദ വാല്യൂ ഓഫ് t. t = a⁻m mod n ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? നമ്മൾ ചൂസ് ചെയ്ത ബേസ് 2. എമ്മിൻ്റെ വാല്യൂ 35. mod n-ൻ്റെ വാല്യൂ 561. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം നമ്മൾ 2⁵ തുടങ്ങാം. 2⁵ mod 561. 2⁵ എന്ന് നമുക്കറിയാം 32 ആണ്. 32 mod 561. നെക്സ്റ്റ് ഈസ് 2⁵ whole⁻7. നമ്മൾ എന്തായി? 5 × 7 എന്ന് പറയുമ്പോൾ 35 ആയി. നമുക്ക് 2⁵35 ആണല്ലോ വേണ്ടത്. അപ്പോൾ 2⁵5 എടുത്തു, എന്നിട്ട് whole⁻7 എടുത്തു. അപ്പോൾ ഇവിടെ whole⁻7 എടുത്താൽ റൈറ്റ് സൈഡിലും whole⁻7 എടുക്കുക. = 32 whole⁻7 mod 561. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. mod 561 എടുക്കുക. വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 263 mod 561. നെക്സ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നത് എന്താ? t = +or -1 ആണോ എന്ന് നോക്കി. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതല്ല. ടിയുടെ വാല്യൂ 263 ആണ്. അപ്പോൾ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലൂപ്പിലേക്ക് കയറുകയാണ്. സോ ഫോർ i = 1 to k - 1. അപ്പോൾ നമ്മൾ കറൻ്റ്ലി kയുടെ വാല്യൂ എത്രയായിരുന്നു? k = 4 ആണ്. അപ്പോൾ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? i = 1നും വേണം, i = 2നും വേണം, i = 3ക്കും വേണം. k - 1 വരെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ 4 - 1 3. സോ i = 1 2 3 3 പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്യണം. സോ ഫസ്റ്റ് i = 1 നമ്മൾ ലൂപ്പിൽ കയറി എന്താ ചെയ്യേണ്ടത്? t = t² mod n. t = t² mod n. അപ്പോൾ ടിയിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള എന്താണ്? 263 ആണ്. സോ 263² mod 561. സ്ക്വയർ കണ്ടുപിടിക്കുക, മോഡ് കണ്ടുപിടിക്കുക. വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 166. അപ്പോൾ നമ്മൾ മോഡ് കിട്ടി കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ചെയ്യുന്നത് എന്താ? +1 ആണോ -1 ആണോ നോക്കുക. അത് രണ്ടും അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? നമുക്ക് 166 ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ വീണ്ടും നമ്മുടെ ലൂപ്പിലേക്ക് പോവുക. i എന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയി. അഗെയിൻ t = t² mod n. ഇപ്പോൾ ടിയിൽ ഓൾറെഡി എന്താ ഉള്ളത്? 161. സോ t = 160²
മോഡ് 561. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60 സ്ക്വയർ കണ്ടുപിടിക്കുക, 561 ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കണ്ടുപിടിക്കുക, അതായത് 67 മോഡ് 561. ഇവിടെ നമുക്ക് കിട്ടുന്നത് +1 അല്ല -1 അല്ല, അതല്ല നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും അല്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ ലൂപ്പിൽ പോയി i ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയി. ഞാൻ t = അഗെയിൻ t സ്ക്വയർ മോഡ് n 67 ടിയിലുള്ള 67 സ്ക്വയർ മോഡ് 561. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 67 സ്ക്വയർ എടുത്ത് 561 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ നമുക്ക് കിട്ടുന്ന വാല്യൂ +1 ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലൂപ്പ് നോക്കിയത് if t = +1 റിട്ടേൺ എ കോമ്പോസിറ്റ് എന്ന 561 കോമ്പോസിറ്റ് ആണ് എന്നുള്ളത് റിട്ടേൺ ചെയ്യും. നേരത്തെ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ 561 എന്ന് പറയുമ്പോൾ മെത്തേഡിൽ അപ്പോൾ അവിടെ ടെസ്റ്റ് ഫോർമാറ്റ് ടൈം ആണ് പറഞ്ഞത്. പക്ഷേ 561 എന്ന് പറഞ്ഞാൽ നോട്ട് എ ടൈം, നമുക്ക് 17 കോമ്പോസിറ്റ്. അപ്പോൾ നമ്മുടെ മില്ലർ റാബിൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്കത് കോമ്പോസിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റി. നെക്സ്റ്റ് എക്സാമ്പിൾ 27. അപ്പോൾ അതിന് ഇതേ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. n-1 എന്ന് പറഞ്ഞാൽ 27 - 1 26. 26 = m × 2k. കേക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2^1. 26 = dash × 2 എന്ന് പറഞ്ഞാൽ 30 × 2 ആണ്. സോ m = 30 നമുക്ക് കിട്ടി, k = 1 കിട്ടി. ബേസ് നമ്മൾ a 2 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്തായിരുന്നു? i = 1 k - 1 വരെയായിരുന്നു. k - 1 നമ്മൾ 1 - 1 എന്തായി ആണ്. അപ്പോൾ നമ്മൾ ലൂപ്പിൽ വർക്ക് ചെയ്യേണ്ട ഇനിഷ്യലൈസ് മാത്രമേ ചെയ്യൂ. അപ്പോൾ ഇനിഷ്യലൈസ് ഫസ്റ്റ് സ്റ്റെപ്പ് t എന്ന് പറഞ്ഞാൽ എന്താണ്? a/m mod n ആണ് ചെയ്യേണ്ടത്. എയുടെ വാല്യൂ 2 അതിവിടെ ഉണ്ട്. എമ്മിൻ്റെ വാല്യൂ 13 കിട്ടി. 2^13 mod 27. mod n-ൻ്റെ വാല്യൂ 27. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 mod 27 കിട്ടും. ഇനി നമ്മുടെ ഇനിഷ്യലൈസേഷൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഇവിടെ നമുക്ക് 11 mod 27 കിട്ടി. t = +or -1 ആണോ? അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയി. നമുക്ക് ഈ ഫോറിനുള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ k - 1 ചെയ്യുമ്പോൾ 0 ആയതുകൊണ്ട് ലൂപ്പിനുള്ളിൽ പോകണ്ട. സോ നെക്സ്റ്റ് ഡയറക്റ്റ്ലി പോയിട്ട് എന്ത് ചെയ്തു? കോമ്പോസിറ്റ്. സോ algorithm never enters the loop and returns a composite. നെക്സ്റ്റ് 61 പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ബേസ് 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് n - 1 = m × 2k ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ 61 - 1 = m എത്രയാണെന്ന് അറിയത്തില്ല, ഇൻറ്റു 2k. ഇപ്പോൾ 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. 60 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 30 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് നോട്ട് ആൻ ഓഡ് നമ്പർ. അതുകൊണ്ട് നമ്മൾ കേക്ക് 2 കൊടുത്തു നോക്കി. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എന്തായി? 4 കിട്ടി. 60 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദ വാല്യൂ 15, വിച്ച് ഈസ് ആൻ ഓഡ് നമ്പർ. സോ 60 = 15 × 2^2. അപ്പോൾ ഇതാണ് നമ്മളുടെ m = 15. ഇതാണ് നമ്മളുടെ k = 2. ബേസ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന a = 2. നമ്മളുടെ ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ് t = a^m mod n. എയുടെ വാല്യൂ 2 ആണ്, എമ്മിൻ്റെ വാല്യൂ 15. സോ 2^15 mod n എത്രയാണ്? 61. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 11 mod 61. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 11 mod 61. നെക്സ്റ്റ് എന്ത് നോക്കി? +or -1 ആണോ നോക്കി? അല്ല. അപ്പോൾ നമ്മൾ ലൂപ്പിനുള്ളിൽ കയറണം. ഫസ്റ്റിൽ കെയുടെ വാല്യൂ നമുക്ക് 2 ആയിരുന്നു. അപ്പോൾ k 2 ആയതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രാവശ്യം എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ i = 1 to k - 1 എന്ന് പറയുമ്പോൾ 2 - 1 1 തന്നെ. അപ്പോൾ 1ൽ ഒരു പ്രാവശ്യം നമ്മൾ ഈ ലൂപ്പിനുള്ളിൽ കയറേണ്ടി വരും. ദെൻ t = t സ്ക്വയർ mod n. നമ്മുടെ ടിയിൽ എന്താ വാല്യൂ ഉള്ളത്? 11 mod 61 ആണ്. അപ്പോൾ അതിന് 11 സ്ക്വയർ mod 61 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 121 mod 61. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 60 mod 61 ആയിരിക്കും. ഈ 60 mod 61 നമുക്ക് എഴുതാം നെഗറ്റീവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 mod 61. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോഡിനെ പോസിറ്റീവ് ആയിട്ടുള്ള മോഡിനെ നെഗറ്റീവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും നെഗറ്റീവിനെ പോസിറ്റീവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനെ സൈൻ ചേഞ്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 60 60 തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എന്താണ്? സൈൻ ചേഞ്ച് കൊടുക്കുക. ദാറ്റ് ഈസ് -1 mod 61. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എന്താ? റിസൾട്ട് = -1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ റിസൾട്ടിലെ ലാസ്റ്റ് കേസ് ഇഫ് t = -1 റിട്ടേൺ എ പ്രൈം. അപ്പോൾ നമുക്ക് 61 പ്രൈം ആണെന്നുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടി. സോ ദാറ്റ്സ് ഓൾ ഓഫ് മില്ലർ റാബിൻ